എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാവുന്നത് വരും ദിവസങ്ങളിൽ കയറാൻ സാധ്യതയുള്ള 3 ഷെയർസിനെ കുറിച്ചാണ്. പക്ഷേ ആ 3 ഷെയർസിൽ നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. കാരണം നമ്മൾ ഇത് നോക്കുന്നത് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് മാത്രമാണ്. ഒരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് നടന്ന ഒരു ഷെയർസ് ചില ലെവൽസിന് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഈ 3 ഷെയർസിൽ വന്നിട്ടുള്ള കാര്യം. പക്ഷേ ഈ ഷെയർസ് വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാലും നമ്മളെ നിഫ്റ്റി ഒരു സെല്ലിംഗ് മോഡിലാണ്, അല്ലെങ്കിൽ ഒരു ബൈ സൈഡിലല്ല നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് ഈ ഷെയർസിനെയും ബാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു മെഗാ ഇവൻറ്റ് 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു മെഗാ ഇവൻറ്റ്, ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു മെഗാ ഇവൻറ്റ് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വോളട്ടിലിറ്റിയും മാർക്കറ്റിലും ഉണ്ടാവും. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി വരും, ഇലക്ഷനിൽ ആരൊക്കെ എന്തൊക്കെ പറയും, അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിലും ഉണ്ടാവും, നിഫ്റ്റിയിലും ഉണ്ടാവും. അപ്പോൾ അത് ഈ ഷെയർസിനും ബാധിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് എടുത്തിട്ട് മാത്രമേ ഇതിലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട്. നമുക്ക് ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് സോണിലായിരുന്നു നിൽക്കുന്നത് എന്ന് പറയുന്നു. അവിടെ നിന്ന് നിഫ്റ്റി നന്നായിട്ട് താഴുന്നു. പക്ഷേ ഈ ലെവലിൻ്റെ ഉള്ളിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാരോ റേഞ്ചിലായിരിക്കും നിഫ്റ്റി പോകുന്നത്. പക്ഷേ ഈ 2 ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതിന് മുകളിൽ അല്ലെങ്കിൽ അതിൽ താഴെയോ ഈ അടിയിലത്തെ സപ്പോർട്ട് ലൈന് താഴേക്കോ നിഫ്റ്റി ക്രോസിങ്, അതായത് ഒരു റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ പിന്നെ ഒരു ബെയറിഷ് മോഡിലായിരിക്കും നിഫ്റ്റി മൂവ് ചെയ്യുക. അത് പ്രത്യേകം ഓർമ്മിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് പോവാം. ആദ്യത്തെ ഷെയർ ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയറാണ്. ഇതാണ് ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ഷെയർ. ഈ ഷെയറിൻ്റെ നമുക്ക് കുറച്ച് നാളത്തെ ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും കഴിയും. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. കണ്ടാ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഒരു വരച്ച് നോക്കാം. കണ്ടാ, ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് വിത്ത് വോളിയത്തോടുകൂടി. കണ്ടാ, ഇവിടെ നല്ല വോളിയുണ്ട്, വോളിയത്തോടുകൂടി കയറിപ്പോയി. കയറിയതിന് ശേഷം ഈ റെസിസ്റ്റൻസ് കണ്ടാ 1 പ്രാവശ്യം ടച്ച് ചെയ്തു, ഇവിടെ 2 പ്രാവശ്യം ടച്ച് ചെയ്തു. ഒന്ന് താഴുന്നത് എവിടം വരെ താഴ്ന്നു? ഇവിടം വരെ തന്നെ താഴ്ന്നു, അതായത് 135 റേഞ്ചിൽ. അതുകൂടാതെ നേരെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴ്ന്നു, ഇവിടെ വരെ താഴ്ന്നു. കണ്ടാ, ഈ റേഞ്ച് വരെ താഴ്ന്നു. എന്തുകൊണ്ട് ഇവിടം വരെ താഴ്ന്നു? എന്തുകൊണ്ട് ഇവിടം വരെ താഴ്ന്നില്ല? അത് നമ്മളെ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇവിടം വരെ താഴ്ന്നു. ആ താഴ്ന്നാനായിട്ട് കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇവിടം വരെ താഴ്ന്നത്. അപ്പോൾ ആ താഴ്ന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയുമാണ് നമുക്ക് ബാക്കിലേക്ക് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. ഇനി നമുക്ക് കറൻറ്റ് പൊസിഷൻസ് നോക്കാം. കറൻറ്റ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കാണാം. ഇത് വീക്കിലി ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൂടാതെ ഇവിടെ നല്ല വോളിയം ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയത്തോടു കൂടിയാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വരച്ചു വെക്കണ്ട. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 203 ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ഇത് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഈ വലിയ ക്യാൻഡിലിൻ്റെ താഴെ, വീക്കിലിയാണ് പറയുന്നത്, വീണ്ടും ഇവിടെ നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഏകദേശം 176 റേഞ്ച്. നമ്മളിപ്പോൾ കറൻറ്റ് പൊസിഷനിൽ നിന്നൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ 176 നമുക്കൊരു SL ഇടേണ്ടതായിട്ടുണ്ട്. അടുത്ത മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ചത്, ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായി എന്ന് പറഞ്ഞില്ല, ഇവിടെ ഈ സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്നത് 158 റേഞ്ചാണ്. ഇവിടെ 158. അപ്പോൾ ഈ 176 അല്ലെങ്കിൽ 158 ഇത് രണ്ടും ഇവിടെ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യതയുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാറ്റഗറിയും കൂടി വരച്ചു നോക്കാം. വേറൊരു കാര്യം കൂടി, ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈനും കൂടി വരച്ചു കൊടുക്കണ്ട. ഈ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനും നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ഇതിൻ്റെ SL മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഒരു അത്യാവശ്യം
അപ്സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നിഫ്റ്റി ഇങ്ങനെ താഴ്ന്ന് നിൽക്കുമ്പോഴും ഈ ഷെയർ താഴാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ ചെറിയൊരു കയറ്റമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഷെയർസിലും നല്ലൊരു കയറ്റം ഉണ്ടാവാനായിട്ട് ആസ് പെർ ദ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക. മേടിക്കുന്നവർ നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ചർച്ച ചെയ്തിട്ട് ചെറിയ ക്വാണ്ടിറ്റി മാത്രം മേടിക്കുക. കാരണം അറിയാലോ, ഇത്ര മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിൽസ് പോവാം. നമ്മളെ അടുത്ത ഷെയറാണ് അനിക് ഇൻഡസ്ട്രീസ്. നമ്മുടെ അടുത്ത ഷെയറാണ് അനിക് ഇൻഡസ്ട്രീസ്. ഇവിടെ അനിക് ഇൻഡസ്ട്രീസിൽ നമുക്ക് നോക്കിയാൽ 2 പ്രാവശ്യം വലിയൊരു വോളിയം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 2 പ്രാവശ്യം നല്ല വോളിയം ഉണ്ട്. ഇവിടെ നല്ല വോളിയവും ഇവിടെയും നല്ല വോളിയം ഉണ്ട്. അപ്പോൾ വോളിയത്തോടുകൂടി 2 ക്യാൻഡിലാണ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ആ വോളിയത്തോടുകൂടി ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല, നേരെ താഴ്ന്നു. ഇവിടെ മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു കറക്ഷൻ വന്നതിന് ശേഷം ആ ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് കയറിപ്പോയി. ആ ക്യാൻഡിലിൻ്റെ ഹൈ ആണ് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 42 റേഞ്ചിൽ ഇവിടെ സപ്പോർട്ടായിട്ട്. അപ്പോൾ ഇവിടെ കറൻറ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് 42 ഇതിൻ്റെ സപ്പോർട്ടായിട്ട് കാണുന്നത്. അപ്പോൾ 42 നമ്മൾ സ്റ്റോപ്പ് ലോസ് തീർച്ചയായും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഇതിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഏകദേശം ഇതിൽ ഒരു 68-70 വരെയെങ്കിലും ഇതൊരു മൂവ് ചെയ്യാൻ കറൻറ്റ് പൊസിഷനിൽ നല്ല വലിയൊരു 2 ഗ്രീൻ ക്യാൻഡിൽ വന്നതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരു 68-70 വരെ ഒരു ടാർഗറ്റ് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് പിടിക്കാനായിട്ട് പറ്റുമെന്ന് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 68-70 വരെ ടാർഗറ്റ്. അപ്പോൾ 42 നമ്മളെ SL അവിടെയാണ് നമുക്ക് ഇതുള്ളത്, സപ്പോർട്ടുള്ളത്. അപ്പോൾ ഈ ഷെയറും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കുക, അനിക് ഇൻഡസ്ട്രീസ്. നമുക്കിനി അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിൽ വേണം. അടുത്ത ഷെയർ അസാഹി ഇന്ത്യ എന്ന് പറയുന്ന ഷെയറാണ്. ഇതാണ് അസാഹി ഇന്ത്യ. ഇതും വീക്കിലി ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എല്ലാവരും നോക്കിയത് വീക്കിലി ചാർട്ടാണ്, അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് അസാഹി. നമ്മൾ മുന്നിലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചാർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് കാണുക ഇവിടെ നിന്നാണ് ഷെയർ ഏകദേശം കയറി പോകുന്നത്. വലിയൊരു ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ നന്നായിട്ട് കയറിപ്പോയി, വീണ്ടും താഴ്ന്നു, ഇവിടെ വന്നു, വീണ്ടും മുകളിലേക്ക് ഇതിൻ്റെ ഹൈ കട്ട് ചെയ്ത് വീണ്ടും താഴ്ന്നു, വീണ്ടും കയറിയത് എന്ന് വെച്ചാൽ ഈ ഹൈ വരെ പോയിട്ടില്ല ഇതിൻ്റെ ഇവിടെ. പക്ഷേ ഇവിടെ ലോകൾ തമ്മിൽ നോക്കിയാലോ, ഈ ലോയിലും മുകളിലാണ് ഈ ലോകയിലും മുകളിലാണ് ഈ ലോ. അതുകൂടാതെ വീണ്ടും താഴ്ന്നു, ഇവിടെ ഈ ലോ തമ്മിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ ഇവിടെ വന്നു, ഇവിടെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനത്തെ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ. അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഷെയറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അല്ല, ഭൂരിഭാഗം അപ്സൈഡിലേക്ക് പോകാനാണ് സാധ്യത. കാരണം എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ നോക്കേണ്ടത്. ലാസ്റ്റ് ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയത്തോടുകൂടി ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല വോളിയത്തോടുകൂടി ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ താഴാണ്ട് ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്, 2 ക്യാൻഡിലേ ആയിട്ടുള്ളൂ വീക്കിൽ. അപ്പോൾ ഇതിൽ നമുക്കൊരു അപ്സൈഡാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷനാണ് കണ്ടത് വീക്കിലി ചാർട്ടിൽ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ വരുന്നത് ഇവിടെയാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ, ഏകദേശം 505 റേഞ്ച്. ഇതാണ് ഇവിടെ ഇവിടെ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടും, അതായത് ട്രെൻഡ് ലൈൻ്റെയും സപ്പോർട്ട്, 2 സപ്പോർട്ടും കൂടി വരുന്ന ഈ 502 റേഞ്ചിലാണ് നല്ലൊരു SL കീപ്പ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇവിടെ നല്ലൊരു SL കീപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു ബൈ എൻട്രി ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ അവിടെ നിന്ന് നമുക്ക് 2 രീതിയിൽ നമുക്കൊരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ബൈ എൻട്രി, അല്ലെങ്കിൽ കറൻറ്റ് പൊസിഷനിൽ ബൈ എൻട്രി. എവിടെ ബൈ എൻട്രി എടുത്താലും നമ്മൾ SL ഈ റേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക, ഈ റേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ 3 ഷെയർസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. നിഫ്റ്റിയുടെ റേഞ്ച് നമ്മൾ നോക്കണം. നിഫ്റ്റി താഴേക്കാണെങ്കിൽ ഈ ഷെയർസും താഴേക്കായിരിക്കും. പിന്നെ മെഗാ ഇവൻറ്റ് നടക്കുന്നു, അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ട്രേഡ് ചെയ്യുക, റിസ്ക് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും നല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം.